എല്ലാവർക്കും നമസ്തേ. നമ്മുടെ സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ സ് ഉം, എല്ലാ അതാത് കാലത്തെ രാഷ്ട്രപതിമാരുടെ ചിത്രങ്ങൾ വയ്ക്കുന്നത് പതിവുണ്ട്. അത് ആദ്യ രാഷ്ട്രപതിയുടെ സമയം തൊട്ടേ ഉള്ള ഒരു നടപടിയാണത്. കാരണം മറ്റൊന്നല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരി എന്ന് നമ്മൾ പറയുന്നത് അത് സർവ്വസൈന്യാധിപനാണേലും എന്തോ ആണേലും രാഷ്ട്രപതിയാണെന്നാണ് കീഴ്വഴക്കം. ഭരണത്തിലെ ഭരണത്തലവൻ എന്നാണ് വിളിക്കുന്നത്. പ്രധാനമന്ത്രിയും മന്ത്രിസഭയാണ് ഭരിക്കുന്നതെങ്കിലും സാങ്കേതികമായിട്ട് സത്യത്തിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തലവനാണ് നമ്മൾ രാഷ്ട്രപതി എന്നാണ് വിളിക്കുന്നത്. ഇന്ന് വരെ മുടങ്ങാതെ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ദർബാർ ഹാളിൽ അതാത് കാലത്തെ രാഷ്ട്രപതിമാരുടെ ചിത്രങ്ങൾ വയ്ക്കുന്നത്. എന്നാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഈ ഈ നടപടി ഇല്ലാതാക്കി. കാരണം CPM-ന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ് BJP. കാരണം അവർ ദേശീയത പറയുന്നു, ദേശത്തിൻ്റെ അഖണ്ഡതയെക്കുറിച്ച് പറയുന്നു. അഖണ്ഡതയ്ക്കും രാജ്യത്തെ ഒറ്റക്കെട്ടായി നിർത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. CPM ആകട്ടെ നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു, രാജ്യത്തിനെ ശിഥിലീകരിക്കാൻ ശ്രമിക്കുന്നു, രാജ്യം വിഘടിച്ചു പോകുന്നതിനെ അനുകൂലിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമാണ് CPM. അപ്പോൾ രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന പാർട്ടികളാണ് രാജ്യം ഭരിക്കുന്നതും ഇങ്ങേയറ്റത്ത് കേരളം ഭരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും CPM-ന് BJP-ക്കാരായിട്ടുള്ള രാഷ്ട്രപതിമാരെ അംഗീകരിക്കാൻ അവർ തയ്യാറാകില്ല. അവരെപ്പോഴും പറയുന്നത് അവർക്ക് ചങ്കാണ് ചൈന. കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന ചൈനയാണ് അവരുടെ ചങ്ക്. അവർക്ക് ആ ചൈനയുടെ പ്രസിഡന്റിനെയോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെയോ ചിത്രം അവിടെ വെക്കാൻ പറ്റാത്ത ഒരു ഗതികേട് കൊണ്ടാണ് അവർ അത് വെക്കാൻ പറ്റാത്തത്. ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു ചിത്രം വെക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ അവര് ആ ചിത്രങ്ങൾ വെച്ചേനുമായിരുന്നു. അതിന് പറ്റാത്തത് കൊണ്ട് അത് വെച്ചില്ല എന്ന് മാത്രം. എന്നാൽ ഈ ദേശീയവാദികളുടെ ചിത്രങ്ങൾ ഇവിടെ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തോടെയാണ് അവര് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, അദ്ദേഹം BJP-ക്കാരനായിരുന്നു, ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്നിവരുടെ ചിത്രങ്ങൾ ദർബാർ ഹാളിൽ വെക്കാൻ തയ്യാറാകാത്തത്. കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്നത് BJP ആണെങ്കിലും ഇവിടെ നമ്മുടെ കഷ്ടകാലത്തിന് നമ്മുടെ രാജ്യത്ത് ഫെഡറൽ സംവിധാനമാണ് നിലനിൽക്കുന്നത്. അതായത് സംസ്ഥാനങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസം, നിയമപരിപാലനം, ഇതൊക്കെ സംസ്ഥാനത്തിൻ്റെ അധികാരപരിധിയിലായതുകൊണ്ട് എന്ത് തോന്നിയവാസവും ഇവിടെയുള്ളവർക്ക് കാണിക്കാം എന്നുള്ള ഒരു ഗതികെട്ട ഒരവസ്ഥയിലാണ് നമ്മുടെ ഈ രാജ്യം പോകുന്നത്. ഫെഡറൽ സംവിധാനം ഈ അടുത്ത സമയത്ത് തന്നെ കണ്ടത് നമ്മളെല്ലാം കേൾക്കുകയും കാണുകയൊക്കെ ചെയ്താണ് ഒരു ബംഗാൾ പോലീസ് കാണിച്ച തോന്നിയവാസം. രാജ്യത്തിന് അനുകൂലമായിട്ട് പോസ്റ്റ് ഇട്ടതിന്, ഈ പഹൽഗാം ഭീകരാക്രമണത്തിനെ എതിർത്തും അതിന് മറുപടിയായിട്ട് നമ്മൾ ഭീകരകേന്ദ്രങ്ങൾ തകർത്തതിനെതിരെയും തകർത്തതിനെ അനുകൂലിച്ചും രാജ്യസ്നേഹം തുളുമ്പുന്ന പോസ്റ്റ് ഇട്ടതിന് ബംഗാൾ പോലീസ് ഒരു പെൺകുട്ടിയെ 22 വയസ്സുള്ള ഒരു നിയമ വിദ്യാർത്ഥിനിയെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ചു. ചെയ്തു തെറ്റിയതേ മുമ്പ് പറഞ്ഞതിലോട്ട് രാജ്യസ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഇട്ടു. കോടതി പോലും അവരുടെ ജാമ്യാപേക്ഷ നിരസിച്ച് അവരെ തുറുങ്കിലടയ്ക്കുമായിരുന്നു. അതാണ് നമ്മുടെ ഇവിടുത്തെ നിയമവ്യവസ്ഥ. രാജ്യത്തിന് എതിരായിട്ട് പറയുന്ന സിദ്ദിഖ് കാപ്പനെ പോലുള്ളവരൊക്കെ പുറത്ത്, രാജ്യത്തിന് അനുകൂലമായിട്ട് പറയുന്ന ഈ ശർമിഷ്ഠ പനോളിയെ പോലുള്ള പെൺകുട്ടികളകത്ത്. അതാണ് നമ്മുടെ ഇവിടുത്തെ നിയമം. പോലീസും ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എത്രമാത്രം മോശപ്പെട്ട ഒരു
വ്യവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഫെഡറൽ സംവിധാനം തന്നെയാണ് അതിൻ്റെയൊക്കെ കാരണം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ദർബാർ ഹാളിൽ ഇപ്പോൾ രാഷ്ട്രപതിയുടെ ചിത്രം വെക്കണം എന്ന് ഈ രാജ്യസ്നേഹികൾക്ക് ആവശ്യപ്പെടാൻ കഴിയുമോ? ഇത് നേരത്തെ തന്നെ ഈ ദേശസ്നേഹികളുടെ സംഘടനകൾ ആവശ്യപ്പെട്ടതാണ് ഇവരുടെയൊക്കെ ചിത്രങ്ങൾ അവിടെ വെക്കണമെന്ന്. പക്ഷേ ആര് മൈൻഡ് ചെയ്യാൻ? പറയുന്നത് ദേശസ്നേഹികളല്ലേ, ഈ രാജ്യത്തിനെ സ്നേഹിക്കുന്നവരാണല്ലോ പറയുന്നത്. അവർ പറയുന്നത് എന്തിനാണ് ഞങ്ങൾ അനുസരിക്കുന്നത് എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ, പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചിന്തിക്കുന്നതും തീരുമാനിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും. ഇത് നമ്മൾ ജനങ്ങൾ ശരിക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ രാജ്യത്ത് നടക്കേണ്ടത് എന്താണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായില്ലെങ്കിൽ അവരെ അതിനായിട്ട് തയ്യാറാക്കേണ്ടത് ആ ഉത്തരവാദിത്വവും ഇത്തരക്കാരെ ജയിപ്പിച്ചു വിടുന്ന നമ്മൾക്ക് തന്നെയാണ് ഉള്ളത്. അവര് നമ്മുടെ രാജ്യത്തിനനുസരിച്ച്, രാജ്യത്തെ നിയമങ്ങൾ, നമ്മുടെ രാജ്യത്തിൻ്റെ ആ അന്തസത്ത അനുസരിച്ച്, ആ ഭരണഘടനയുടെ അന്തസത്ത അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് അവരും മറന്നാൽ, ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ മറന്നാൽ അതിനെ ഓർമ്മിപ്പിക്കേണ്ട കടമ ഇത്തരക്കാരെ അധികാരത്തിലേറ്റി വിടുന്ന ജനങ്ങൾക്ക് തന്നെയാണ് ഉള്ളത്. അതിനവർ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ, ജനങ്ങൾ ആവശ്യപ്പെട്ട് ഓർമ്മിപ്പിച്ചിട്ടും അതിന് ഇവർ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരെ ജനാധിപത്യപരമായി തന്നെ ശിക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ജനാധിപത്യത്തിൽ നൽകുന്ന ശിക്ഷ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുകളിലെ പരാജയങ്ങളാണ്. നമ്മുടെ രാജ്യത്തിന് അനുകൂലമായിട്ട്, രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളെ നമ്മൾ തോൽപ്പിച്ചു വിടുക എന്നുള്ളത്, അവരെ പിന്നീട് അധികാരത്തിലേറ്റാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായി തന്നെ നമ്മൾ മനസ്സിലാക്കി അങ്ങനെ തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് ഈ രാജ്യത്തിനോട് അല്പമെങ്കിലും സ്നേഹം ഉള്ള ജനങ്ങൾ ചെയ്യേണ്ടത്. ഇത്തരക്കാർക്ക് വോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് രാജ്യസ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കരുതി അത് മറ്റുള്ള ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തി ഇത്തരം ശക്തികളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താനുള്ള ഉത്തരവാദിത്വം എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. അത് ഈ ദേശീയവാദികൾക്ക് മാത്രമല്ല ഉള്ളത്. ഈ ദേശീയവാദികൾക്ക് മാത്രമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ദേശീയവാദത്തിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല ഉള്ളത്. ഈ ദേശത്തെ സ്നേഹിക്കുന്ന രാഷ്ട്രീയമില്ലാത്ത ജനങ്ങൾക്കും അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെയുള്ളവർ തങ്ങൾക്ക് ഉള്ളിൽ ഈ ഏത് രീതിയിൽ പ്രവർത്തിച്ചാലാണ് ഇതിനെ തടയാൻ എന്നുള്ള ഒരു ചിന്ത വരുന്നത്, തങ്ങളുടെ ഉള്ളിൽ വരുന്ന ചിന്തയ്ക്കനുസരിച്ച് അവരുടെ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിലേക്ക് പോകാതെ തന്നെ തങ്ങൾക്ക് സ്വാധീനമുള്ള ജനങ്ങളിൽ ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി, തൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ചിന്തിച്ച് ഇത്തരം ശക്തികൾക്കെതിരെ ജനങ്ങളെ ഉണർത്തി കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. കാരണം സാധാരണക്കാരന് കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അവൻ്റെ നിത്യവൃത്തിക്കായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അവന് സമയം കിട്ടുകയില്ല എന്നുള്ളത് സ്വാഭാവികം. അത്തരക്കാർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവനെ ബോധവൽക്കരിച്ച് ഇത്തരം പ്രതിലോമ ശക്തികൾക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ അവരെ സജ്ജമാക്കി എടുക്കേണ്ടത് ഓരോ ദേശസ്നേഹിയുടെയും കടമയാണ്, ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ, ആ കടമ നിർവഹിക്കാൻ നമ്മൾ ഓരോ ദേശസ്നേഹിയും തയ്യാറാകണം.
തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അത് വളരെയേറെ ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്കായിരിക്കും എത്തിച്ചേരുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.